Hello friends, Technique Malayalamത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് iQOOന്റെ ഏറ്റവും പുതിയ ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺ ആണ്. 5G ഡിവൈസ് ആണ്. അതിന് എല്ലാത്തിനും ഉപരി ഇത് ഇന്ത്യയിലെ ആദ്യത്തെ Snapdragon 4 Gen 1 ചിപ്പ് പവർ ചെയ്യുന്ന ആദ്യത്തെ ഡിവൈസ് ആണ്. നമ്മൾ സംസാരിക്കുന്നത് iQOO Z6 Lite 5G നെ കുറിച്ചാണ്. അപ്പോൾ ഏറ്റവും പുതിയ ഡിവൈസ് ആണ്. ഇതിന്റെ വില ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടില്ല. എങ്കിലും നമുക്ക് ഒരു എക്സ്പെക്ടേഷൻ വെച്ച് 13,000 to 15,000 രൂപയുടെ ഇടയിലായിരിക്കും. പ്രോബ്ലി ഒരു 13,500 അല്ലെങ്കിൽ 14,000 rupees ആയിരിക്കും ബേസ് വേരിയന്റ്. അതുകൂടി വേരിയന്റ് അറൗണ്ട് 15,000 അടുത്തായിരിക്കാനാണ് ചാൻസ്. കാരണം രണ്ട് വേരിയന്റിലാണ് അവൈലബിൾ ആവുന്നത്. 4GB റാമും അതേപോലെ തന്നെ 6GB റാമും ഇൻക്ലൂഡഡ് ആണ്. ഏറ്റവും വലിയ പ്രത്യേകത അത് Snapdragon 4 Gen 1 ചിപ്പാണ്. ഒരു എൻട്രി ലെവൽ 400 സീരീസിലെ ഒരു പുതിയ ചിപ്പാണ്. ഇതിന് നല്ലൊരു ആൻറ്റിറ്റ്യൂഡ് സ്കോർ ഒക്കെ ഉണ്ട്. ആക്ച്വലി അറൗണ്ട് ക്ലോസ് ടു 3,80,000 ഒക്കെ ആൻറ്റിറ്റ്യൂഡ് സ്കോർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ചിപ്പാണ് നമുക്ക് പറയാം ഈ പ്രൈസ് സെഗ്മെന്റിൽ വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഡിമെൻസിറ്റി 700-നേക്കാളും ബെറ്റർ ആയ ഒരു ചിപ്പാണെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അപ്പോൾ ഈ ഡിവൈസിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ അൺബോക്സിങ്ങിന് മുമ്പായിട്ട് ഈ ഡിവൈസിൻ്റെ ഒരു പോരായ്മ എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ചാർജർ ഇൻക്ലൂഡഡ് അല്ല. iQOOന്റെ ആദ്യത്തെ സ്മാർട്ട് ഫോണാണ്. ചാർജർ റിമൂവ് ചെയ്തതിന് ശേഷമുള്ള ആദ്യത്തെ സ്മാർട്ട് ഫോണാണ്. ഈ ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ ചാർജർ റിമൂവ് ചെയ്യണതിൽ എനിക്ക് തോന്നുന്നു അതിൽ വലിയ കാര്യമില്ല. കാരണം ഇത് 18 വാട്ട് ചാർജിങ് സപ്പോർട്ട് ഉള്ളൂ. അപ്പോൾ ആ ഒരു ബേസിക് ചാർജർ കൊടുക്കാമായിരുന്നു. പ്രോബ്ലി ഒരു 500-600 rupees ഡിഫറൻസ് വരുന്നുള്ളൂ. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു പ്രോബ്ലി ഒരു ഡൗൺ സൈഡ് ആയിട്ട് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ചാർജർ ഇല്ല എന്നുള്ളത്. അപ്പോൾ ചാർജർ കൊടുക്കണോ വേണ്ടിയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ്. അപ്പോൾ നമുക്കാണ് iQOO എഴുതി കാണാം, iQOO Z6 എഴുതി കാണാം. iQOO Z6 Lite ആണ്. ഇൻഫാക്ട് 5G ഡിവൈസ് ആണ്. സ്റ്റെല്ലാർ ഗ്രീൻ എന്ന് പറയുന്ന കളറാണ്. 6GB 128GB സ്റ്റോറേജ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിനകത്തൊരു 4GB റാം വേരിയൻറ്റും കൂടി ഇൻക്ലൂഡഡ് ആണ്. ബോഡീസ് ആറ് 0.66ഉം ഹെഡ്സ് ആറ് 1.18ഉം ആണ് വരുന്നത്. 5G ബാൻഡ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് N77ഉം N78ഉം ആണ്. എല്ലാ മൊബൈൽ ഓപ്പറേറ്റേഴ്സും ഈ രണ്ട് ബാൻഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 5G നിങ്ങൾക്ക് കിട്ടുന്നതാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. നമുക്ക് 5G വന്നാലേ പറയാൻ പറ്റില്ല. എങ്കിൽ രണ്ട് ബാൻഡ് സപ്പോർട്ടേ ഉള്ളൂ. ബാക്കി പല ഫോൺസും 11ഉം 10ഉം അല്ലെങ്കിൽ 7, 8 ഒക്കെ ഉണ്ടാകുമ്പോൾ ഇവിടെ വെറും രണ്ട് ബാൻഡ്സ് സപ്പോർട്ടുള്ളൂ. അപ്പോൾ ഇതാണ് iQOO Z6 Lite. നമുക്ക് തുറക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ നമുക്ക് കിട്ടുന്നത് ഒരു ചെറിയ കേസാണ്. ഇതിനകത്ത് എന്താ നോക്കാം. ഇതിനകത്ത് ഒരു മാനുവൽ ആൻഡ് വാറൻറ്റി ഇൻഫർമേഷനാണ്. അതുകൂടാണ്ട് തന്നെ ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡും കൊടുത്തിട്ടുണ്ട്. എല്ലാ ഡീറ്റെയിൽസും ഉള്ള ഗൈഡും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു TPU കേസാണ്. സ്റ്റാൻഡേർഡ് TPU കേസാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം നമുക്ക്. പിന്നെ ഇതാണ് ഫോണ്. ഇത് ചാർജിങ് കേബിളാണ്. സ്റ്റാൻഡേർഡ് USB Type-C ചാർജിങ് കേബിളാണ്. പിന്നെ ഇവിടെ നമുക്ക് ചാർജർ ഇൻക്ലൂഡഡ് അല്ല. അത് കണ്ടില്ല. താങ്ക്സ് ഫോർ കോൺട്രിബ്യൂട്ടിംഗ് ടുവേർഡ്സ് പ്ലാനറ്റ് ബൈ റെഡ്യൂസിങ് കാർബൺ എമിഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ ചാർജർ കൊടുക്കാമായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. പിന്നെ ഒരു സിം ഇജക്റ്റ് പിന്നും ഉണ്ട്. അത്രയാണ് ബോക്സിനകത്ത് വരെ. നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. ഇതാണ് ഡിവൈസ്. അപ്പോൾ നമുക്ക് ഇവിടെ ആദ്യം ഡിസൈൻ ആസ്പെക്ട്സ് നോക്കാം. ഇതിവിടെ നമുക്ക് കിട്ടുന്ന ഒരു വാട്ടർ ഡ്രോപ്പ് 8 MP ക്യാമറയാണ് വരുന്നത്. ബെസൽസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്കൊന്ന് സൈഡ് ബെസൽസ് കുഴപ്പമില്ല. ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വേണ്ട ഒരു കുഴപ്പമില്ലാത്തൊരു ബഡ്ജറ്റ് ബെസൽസ് ആണ്. പിന്നെ താഴത്തെ കുറച്ച് അധികം തന്നെ ഉണ്ട്. പിന്നെ വാട്ടർ ഡ്രോപ്പ് നോച്ചാണ് വരുന്നത്. സൈഡിൽ നമുക്കൊരു ഫ്ലാറ്റ് ബാക്ക് പാനൽ, ഫ്ലാറ്റ് പാനലാണ്. അത് കൊള്ളാം. നല്ലൊരു ഇൻഹാൻഡ് ഫീൽ ഉണ്ട്. ഇവിടെ നമുക്ക് പവർ ബട്ടണും ഫിംഗർ പ്രിൻറ്റ് സ്കാനറുമാണ്. വോളിയം കീസ് കാണാം. മുകൾ ഭാഗത്ത് സിം ട്രേ ആണ്. സൈഡിൽ ഓപ്പണിങ്സ് സ്ലോട്ട്സ് ഒന്നും തന്നെ ഇല്ല. ബോട്ടം സെക്ഷനിൽ USB Type-C പോർട്ട്, അതേപോലെ 3.5mm ഓഡിയോ ജാക്ക് സ്പീക്കർ യൂണിറ്റുമാണ് വരുന്നത്. പിന്നെ ബാക്ക് പാനലിൽ നമുക്കൊരു റെക്ടാങ്കുലർ ക്യാമറ യൂണിറ്റ് ആണ്. ഇതിനകത്ത് ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. ഒരു 50 MP പ്രൈമറി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. 2 MP മാക്രോ സെൻസറാണ്. AI ക്യാം ഇത് ചെയ്യണം. iQOO ബ്രാൻഡിങ് ആണ്. ഇതൊരു മാറ്റ് ഫിനിഷ് ആണ്. നല്ലൊരു എന്താ പറയുക, ഒരു നല്ലൊരു കളറും നല്ലൊരു ഫിനിഷും ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഗ്രിപ്പും കിട്ടുന്ന ഒരു ഡിവൈസായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇൻഹാൻഡ് ഫീൽ കുഴപ്പമില്ല. അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആണ്. 194 grams എന്താണ് വരുന്നത്. വലിയൊരു ഹെവി ഡിവൈസൊന്നായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് വരുന്നത്. ഇനി ഡിസ്പ്ലേയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 120 Hz റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. ഒരു IPS LCD പാനലാണ്. 240 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റുമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേ സെറ്റിങ്സിലൊന്ന് പോകാം. ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ റിഫ്രഷ് ചെയ്തിട്ടുണ്ടല്ലേ 3 ഓപ്ഷൻ ഉണ്ട്. 60, 90, 120 Hz ഉണ്ട്. അപ്പോൾ നമുക്ക് സ്വിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെ സ്മാർട്ട് സ്വിച്ചും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതാണ് ഡിസ്പ്ലേൻ്റെ ആസ്പെക്ട്. എനിക്കൊന്നും ഡിസ്പ്ലേ കുഴപ്പമില്ല. നല്ല ടച്ച് റെസ്പോൺസ് ആണ് വരുന്നത്. നല്ലൊരു സ്മൂത്ത് ഡിസ്പ്ലേ ആണ്. ഒബ്വിയസ്ലി ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ 5G ഡിവൈസിൽ പൊതുവേ AMOLED ഡിസ്പ്ലേ ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ കാണാറില്ല. 4G ആണെങ്കിൽ പ്രോബ്ലി AMOLED കിട്ടും. പക്ഷേ 5G ഡിവൈസിൽ AMOLED വളരെ കുറവാണ്. അപ്പോൾ ആ ഒരു ആസ്പെക്ട് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്കൊന്നും കുഴപ്പമില്ലാത്ത ഒരു ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്.
കൊടുത്തിരിക്കുന്നത്. കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല. അത്യാവശ്യം ഭേദപ്പെട്ട ഒരു കളർ റിപ്രൊഡക്ഷൻ, ടച്ച് റെസ്പോൺസ് നല്ലതാണ്. അതേപോലെ 120 Hz ഉണ്ടാവുന്നത് വളരെ സ്മൂത്ത് എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നിയത്. കാര്യമായ ഒരു കംപ്ലയിൻസ് ഒന്നും പറയാനില്ല. മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് എബോവ് ആവറേജ് പെർഫോമൻസ് ആണ് നമുക്കിവിടെ കാഴ്ചവെക്കുന്നത്. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല. ഇനി സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയാം. നമുക്കിവിടെ കിട്ടുന്നത് ഫൺ ടച്ച് OS ആണ് കിട്ടുന്നത്. ആൻഡ്രോയിഡ് വേർഷൻ 12 ആണ്. അപ്പോൾ ഫൺ ടച്ച് OS നമുക്കറിയാം വിവോൻ്റെയും iQOOൻ്റെയും ഡിവൈസിലൊക്കെ വരുന്നത് അതേ UI ആണ്. അതേപോലെ നമുക്ക് 2 years ഓഫ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ്, അതായത് ആൻഡ്രോയിഡ് 13 ആൻഡ്രോയിഡ് 14 പ്രോമിസ്ഡ് ആണ്. അതേപോലെ തന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും അതായത് പാച്ചസും പ്രോമിസ്ഡ് ആണ്. അപ്പോൾ അതൊരു നല്ല ഫീച്ചറാണ്. ഇത് ബൈ ഡിഫോൾട്ട് വരുന്നത് ആൻഡ്രോയിഡ് 12 ആണ്. അപ്പോൾ നമുക്ക് സോഫ്റ്റ്വെയർ ഒന്ന് നോക്കാം. നമുക്കിവിടെ കിട്ടുന്നത് കണ്ടില്ലേ, UI എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ എബൌട്ട് ഫോൺ എടുത്ത് കഴിഞ്ഞാൽ 2 GHz Snapdragon 4 Gen 1 octa-core പ്രോസസർ, 6+2 GB എക്സ്റ്റെൻഡബിൾ റാം ആണ്. ആൻഡ്രോയിഡ് 12 ആണ്, 128 GB സ്റ്റോറേജ് ആണ് വരുന്നത്. പിന്നെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് iQOOൻ്റെ എല്ലാ ഫോണിലും കിട്ടുന്ന പോലെ തന്നെ ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. ലോക്ക് സ്ക്രീൻ കസ്റ്റമൈസേഷൻ, ഡൈനാമിക് എഫക്ട്സ്, അതേപോലെ ഗെയിം മോഡ്, അൾട്രാ ഗെയിം മോഡ്, ഡിജിറ്റൽ വെൽബീയിങ്, പിന്നെ നമുക്ക് നാവിഗേഷൻ സപ്പോർട്ട്, അങ്ങനെ ഓപ്ഷൻസ് എല്ലാം തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. കാര്യമായ ഒരു ചേഞ്ചും നമുക്ക് പറയാനില്ല. അപ്പോൾ നല്ല ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ്. പിന്നെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും പ്രോമിസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 2 വർഷത്തേക്കുള്ള ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും കിട്ടുന്നുള്ളതിൽ സംശയമൊന്നും തന്നെ ഇല്ല. ഇനി ക്യാമറയിലോട്ട് പോകാൻ നമുക്ക് കിട്ടുന്നത് ഒരു 50 MP പ്രൈമറി സെൻസറാണ്. അതേപോലെ തന്നെ നമുക്കൊരു 2 MP മാക്രോ സെൻസറാണ് വരുന്നത്. ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ്, അൾട്രാ വൈഡ് ഇല്ല. അതേപോലെ ഡെപ്ത് സെൻസറും ഇല്ല. അതിന് പകരം മാക്രോ സെൻസറാണ് 2 MP. പിന്നെ സെൽഫി ക്യാമറ ആണെങ്കിൽ ഒരു 8 MP ഡ്രോപ്പ് നോച്ച് സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ക്യാമറ UI നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കിട്ടുന്ന ഫോട്ടോ മോഡ്, വീഡിയോ റെക്കോർഡിങ്ങിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1080p 60 FPS സപ്പോർട്ടഡ് ആണ്. നല്ലൊരു ഫീച്ചറാണ്. കാരണം ഇപ്പോൾ വരുന്ന ഒട്ടുമിക്ക ഫോണിലും 1080p 30 FPS മാത്രമേ സപ്പോർട്ടുള്ളൂ. അതേപോലെ പോർട്രേറ്റ് മോഡ് ഉണ്ട്, അൾട്രാ നൈറ്റ് മോഡും ഉണ്ട്. പിന്നെ മോഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അഡീഷണൽ സ്റ്റിക്കേഴ്സ്, ലൈവ് ഫോട്ടോ മോഡ്, 50 MP മോഡ്, സ്ലോ മോഷൻ, അങ്ങനെ എല്ലാം തന്നെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതാണ് ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ. ഇനി നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കൂടി കാണാം. ഇതെല്ലാം iQOO Z6 Lite നിന്ന് എടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. എനിക്ക് കുഴപ്പങ്ങളൊന്നും തോന്നിയില്ല. അത്യാവശ്യം ഭേദപ്പെട്ട ഒരു ക്യാമറ എക്സ്പീരിയൻസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഡീറ്റെയിൽ ആയി ടെസ്റ്റ് ചെയ്ത് നമുക്ക് കൂടുതൽ വിശദമായ ഒരു എക്സ്പീരിയൻസ് പറയാം. അത് റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ പറയാം. നമ്മുടെ ഇനീഷ്യൽ ഇംപ്രഷൻസിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അത്യാവശ്യം നല്ല കളർ റീപ്രൊഡക്ഷൻ ഉണ്ട്. പോർട്രേറ്റ്സ് ആണെങ്കിലും കുഴപ്പമില്ല. പിന്നെ അതേപോലെ മാക്രോ സെൻസർ ഉണ്ട്. മാക്രോ സെൻസർ ഒരു ആവറേജ് പെർഫോമൻസ് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. എങ്കിലും ഒരു ബജറ്റ് ഡിവൈസിൽ മാക്രോ സെൻസർ കൂടെ ഇൻക്ലൂഡഡ് ആണെന്ന് മാത്രം പറയാം. അതേപോലെ സെൽഫീസിൻ്റെ കാര്യത്തിലാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. സ്കിൻ ടോൺസ് ഒക്കെ കുഴപ്പമില്ല. ഒരു 8 MP ഷൂട്ടറിന് വേണ്ട ഒരു ക്വാളിറ്റിയൊക്കെ ഇതിനകത്തും കിട്ടുന്നുണ്ട്. പിന്നെ 1080p 60 FPS സപ്പോർട്ടും ഇൻക്ലൂഡഡ് ആണ്. ഇനി ബാറ്ററീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 5000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ചാർജർ ഇൻക്ലൂഡ് അല്ല, 18 watt മാക്സിമം സപ്പോർട്ട് ചെയ്യുള്ളൂ. അതേപോലെ ഇതിനകത്ത് ഒരു അറൗണ്ട് 1.5 to 2 hours ചാർജ് ചെയ്യാൻ എടുക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം സ്റ്റാൻഡേർഡ് 18 watt 5000 mAh ബാറ്ററി ചാർജ് ചെയ്യാൻ എടുക്കുന്ന ടൈമാണ്. ഇവൻ ഇതിൻ്റെ നമുക്ക് ടെസ്റ്റ് ചെയ്താലേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ചാർജർ ഇല്ല എന്നുള്ളത് ഡെഫിനറ്റ്ലി ഒരു ഡിസപ്പോയിൻറ്റിങ് ആസ്പെക്റ്റ് ആണ്. കാരണം ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ എൻ്റെ അഭിപ്രായത്തിൽ ചാർജർ ഡെഫിനറ്റ്ലി ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു ആസ്പെക്റ്റ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. നിങ്ങൾ ഓൾറെഡി യൂസ് ചെയ്യുന്ന ഫോണിൻ്റെ ചാർജർ 18 watt ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. 18 watt ചാർജറിൽ തന്നെ ഇതും ചാർജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ 18 watt എനിക്ക് തോന്നുന്നു സ്റ്റാൻഡേർഡ് പ്രോട്ടോക്കോളാണ്. അതുകൊണ്ട് തന്നെ പല ചാർജറും സപ്പോർട്ട് ചെയ്യും 18 watt. അപ്പോൾ ഈ ഡിവൈസിന് നമുക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ചാർജർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ബാറ്ററി ലൈഫിൻ്റെ കാര്യത്തിൽ എനിക്കൊന്നും കുഴപ്പങ്ങളൊന്നും തന്നെ തോന്നില്ല. കാരണം 5000 mAh കപ്പാസിറ്റി ഉണ്ട്. അതൊരു സ്റ്റാൻഡേർഡ് കപ്പാസിറ്റിയാണ്. അതുകൊണ്ട് തന്നെ എനിക്കൊന്നൊരു 1.5 ദിവസമൊക്കെ ഈസിലി ലാസ്റ്റ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഡീറ്റെയിൽ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മളതിനെക്കുറിച്ച് പറയാം. അപ്പോൾ ഇതായിരുന്നു iQOO Z6 Lite 5Gൻ്റെ ഒരു അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ 2-3 ആസ്പെക്റ്റ് എന്ന് വെച്ചാൽ ഒന്ന് Snapdragon 4 Gen 1 ചിപ്പാണ്. UFS 2.2 സ്റ്റോറേജ് സപ്പോർട്ടുണ്ട്. LPDDR4X RAM ഉണ്ട്. ഇതൊരു നല്ല ചിപ്പാണ് ആക്ച്വലി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൻറ്റിറ്റ്യൂ ബെഞ്ച് മാർക്ക് സ്കോറൊക്കെ നല്ലതാണ്. എങ്കിലും നമ്മൾ കൂടുതൽ ടെസ്റ്റ് ചെയ്താലേ പറയാൻ പറ്റും. Snapdragon 400 സീരീസിലെ ഒരു പുതിയ ചിപ്പാണ്. അപ്പോൾ ഒരു മിഡ് റേഞ്ച് അല്ലെങ്കിൽ ഒരു 10,000 to 15,000 പ്രൈസ് സെഗ്മെൻറ്റിൽ പെർഫോമൻസിന് നല്ലൊരു മുൻതൂക്കം കൊടുത്ത ഒരു ചിപ്പാണ് ഡെഫിനറ്റ്ലി നമുക്ക് പറയാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5G ബാൻഡ് 2 സപ്പോർട്ടുള്ളൂ. അപ്പോൾ ഇതായിരുന്നു iQOO Z6 Liteൻ്റെ ഒരു അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. ഇതിൻ്റെ പ്രൈസിങ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 13 to 15 ഉള്ളിലായിരിക്കും എന്നാണ് എൻ്റെ ഒരു ഗസ്. രണ്ട് വേരിയൻസ് ഉണ്ട്. 4GB RAM പ്രോബ്ലി ഒരു 13,500 ആ റേഞ്ചൊക്കെ ആയിരിക്കും ചാൻസ്. പിന്നെ 5GB RAM 6GB RAM പ്രോബ്ലി അറൗണ്ട് 15,000 അടുത്താവാനാണ് ചാൻസ്. അപ്പോൾ ഇതായിരിക്കും 2 വേരിയൻറ്റ് അവൈലബിൾ ആവുന്നത്. അപ്പോൾ iQOOൻ്റെ ഒരു പുതിയ ബഡ്ജറ്റ്
ബഡ്ജറ്റ് 5G ഡിവൈസാണ് iQOO Z6 Lite 5G. ഈ ഡിവൈസ് സെയിലാവുന്നത് നെക്സ്റ്റ് വീക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഒഫീഷ്യലി അനൗൺസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവരിക്കും കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നൊപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.